ഹായ് ഹലോ ഗായ്സ്, കുറച്ചായല്ലേ കണ്ടിട്ട് നമ്മൾ ഇന്ന് നല്ല ചൂടും വെയിലൊക്കെ ഉള്ള ഒരു ദിവസമാണ്. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോവാം. എന്താണപ്പോൾ ഇത്? പൂച്ചവാൽ. വേറൊരുത്തൻ രണ്ട് പൂച്ചവാലൊക്കെ പിടിച്ചിട്ട് പുറകെ വരുന്നുണ്ട്. അതിന് പുറകെ എൻ്റെ അമ്മയുണ്ട്. അപ്പോൾ കുറേ ദിവസമായി അമ്മയ്ക്കൊരു ആഗ്രഹം. എന്താണെന്നറിയോ, ഒരു ഷാപ്പിൽ പോകണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളും കുറച്ചായി ഇങ്ങനെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ എന്നാൽ നമുക്ക് പോയേക്കാമെന്ന് കരുതി. ഇത് കണ്ടില്ലേ, ഇടുക്കി റെസ്റ്റോറൻറ്റ്, ഇടുക്കി ഷാപ്പ് എന്നൊക്കെ പറയും. ഇതൊരു ഫാമിലി റെസ്റ്റോറൻ്റാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ശരിക്കും ഞങ്ങൾ വന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഊണും കറികളും ആണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് ഞാനും അമ്മയും ഊണാണ് മേടിച്ചത്. ഇതിന് പുറമെ കറികളൊക്കെ മേടിക്കാമെന്ന് കരുതി. പക്ഷേ എൻ്റെ പിള്ളേർ രണ്ടുപേരും ഊണ് മേടിച്ചില്ല. അവന്മാർ ബിരിയാണി പറഞ്ഞു. അധികം വലിയൊരു സെറ്റപ്പില്ല, പക്ഷേ എന്നാലും ഫുഡ് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു, അതുകൊണ്ട് വിട്ട് വന്നതാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഷാപ്പ്, ചെറിയ സെറ്റപ്പ് ഉണ്ട്. അവിടെ ഇരുന്നും കഴിക്കാം. ഇതൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പാണ്, നമുക്ക് ഇവിടെ ഇരുന്നും കഴിക്കാം. കണ്ടില്ലേ, ഇത് അവന്മാർ 2 പ്ലേറ്റ് ബിരിയാണിയാണ് മേടിച്ചത്. ഞങ്ങളപ്പോൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മീൻ കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുഡ് ഫിനിഷാക്കി. ബിരിയാണി എനിക്കും അമ്മയ്ക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ബാക്കി കറികളൊക്കെ സൂപ്പറായിരുന്നു. മീൻ കറി ആയാലും ബീഫായാലും ചോറിനുള്ള ചെറിയ കൂട്ടാൻ കറികളൊക്കെ ആണെങ്കിലും എല്ലാം സെറ്റപ്പ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം റേറ്റുമില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. വലിയ റേറ്റൊന്നുമില്ല, നല്ല ഫുഡുമാണ്. പിന്നെ ഇത് നമ്മുടെ ഹൈവേയുടെ തൊട്ടടുത്താണ്. ചേർത്തലയിൽ എല്ലാവർക്കും അറിയാൻ പറ്റും ഇടുക്കി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ. തൊട്ടടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഷാപ്പും റെസ്റ്റോറൻറ്റും കൂടിയിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വന്ന് കഴിച്ചതാണ് കേട്ടോ. ഞാനാണെങ്കിൽ അത്യാവശ്യം ഡയറ്റൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഡയറ്റൊന്നും നോക്കിയില്ല കൈസ്, നല്ലോണം തട്ടിവിട്ടു. വയറ് നല്ല ശരിക്കും നിറഞ്ഞു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടും ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ആംബിയൻസൊക്കെ നോക്കിയിട്ട് ഷാപ്പിലേക്ക് വരുന്നവർ ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. ആംബിയൻസ് ഒന്നുമില്ല, ചെറിയൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇതാ നമ്മുടെ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റോപ്പാണ് കാണുന്നത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ ഷാപ്പുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, തളർന്നു ശരിക്കും. ഒരു വെയിലത്തിന് ഓട്ടോ കയറിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അവിടെ എന്തോ റോഡ് പണിയുടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അപ്പൂസും കുഞ്ഞൂസൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു. നല്ല വെയിലുള്ള സമയത്ത് ഇനി ഓട്ടോ പിടിക്കണം, വീട്ടിൽ പോകണം, സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ.